ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ വിളിച്ചപേക്ഷിച്ചു. എന്തിനു വേണ്ടി? ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു. ജ്ഞാനചൈതന്യം എനിക്ക്. അപ്പം നമ്മൾ എഴുന്നേറ്റ് രാവിലെ എടാ പിള്ളേരെ കുരിശുവരയ്ക്കടാ, കുരിശുവരയ്ക്കാൻ പറഞ്ഞു. കർത്താവിന് കൊന്തയില്ല, കൊന്തയില്ല. വാണം വിട്ട പോലെ അങ്ങ് ഓടിപ്പോകും. ഇങ്ങനെ ഒരു ചടങ്ങായിട്ട് നമ്മൾ കുറേ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താ അതിൻ്റെ ലക്ഷ്യം? ഏറ്റവും പ്രധാനമായിട്ട് നമ്മളിലേക്ക് വരേണ്ടത് ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മളിൽ വരണം. നമ്മൾ ഇന്നലെ വായിച്ചു 6-ാം അധ്യായത്തിൽ 14-ാമത്തെ വചനം, പ്രഭാതത്തിൽ ഉണർന്ന് അവളെ തേടുന്നവർക്ക് ഇത് പ്രയാസം കൂടാതെ കിട്ടും. ഓക്കെ, ആ ടോപ്പിക്കിലേക്ക് നമ്മൾ പോകുന്നില്ല. അപ്പം പ്രഭാതത്തിൽ ഉണർന്ന് ജ്ഞാനത്തിന് വേണ്ടി ഞാൻ 5 മിനിറ്റ് എന്നങ്ങ് പറയണമെന്നുള്ളൂ, 1 മണിക്കൂറൊക്കെ ഒന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ വളരെ സന്തോഷമാവും. അപ്പം പലരും പ്രശ്നങ്ങളായിട്ട് വരുന്നു. ഞാൻ അവരോട് ചോദിക്കും, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം, എന്തൊരു സമയം എടുക്കുക? എൻ്റെ വേദന സമയമില്ല, ഭയങ്കര തിരക്കാണ്. അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കണം ഇവൻ്റെ ജ്ഞാനം എത്രത്തോളം ഉണ്ടെന്നില്ലേ. പ്രാർത്ഥിക്കാൻ ആർക്കെങ്കിലും സമയമില്ലെങ്കിൽ അവനൊരു വിഡ്ഢിയാണെന്ന് പറയാം. എന്ന് പറഞ്ഞാൽ വിവേകമില്ലാത്ത ആൾ. ഇപ്പം മദർ തെരേസ്യ വലിയ ആളായി. എന്തുകൊണ്ടാ? മദർ തെരേസ്യക്ക് ഒരു തിരക്കുണ്ടായില്ലേ? ഈ കോൺഗ്രിഗേഷനിൽ 5000-ഓളം സിസ്റ്റേഴ്സും 750 ഹൗസും ഉള്ള സമയത്തും മദർ 3 മണിക്കൂറെങ്കിലും രാവിലെ പ്രാർത്ഥിക്കുമായിരുന്നു. വെളുപ്പിന് ആദ്യം ആ ചാപ്പലിൽ വരണത് മദറാണ്, ഇല്ലേ ബ്രദറെ? അതാണ് 4 മണിക്ക് ആളവിടെ ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ്? തിരക്കുണ്ടെങ്കിലും ആ തിരക്കോ ജോലി ഒന്നും ഒരു പ്രശ്നമല്ല. പ്രേയർ. പോപ്പ് ഫ്രാൻസിസ് തിരക്കുണ്ടോ? പക്ഷേ പ്രാർത്ഥിക്കാൻ സമയമുണ്ട്. നമ്മൾ ഇവരിൽ നിന്ന് പഠിക്കേണ്ട ഒരു കാര്യം ഇതാണ്. നമ്മൾ പ്രാർത്ഥിച്ചാൽ, സോളമൻ പറയാണ്, ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് കിട്ടി. അപ്പോൾ എന്നോടൊരു ചോദ്യം പോലെയാണ്, തോമസ് പോളെ, ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് കിട്ടി, നീ പ്രാർത്ഥിച്ചാൽ നിനക്കും കിട്ടും. നീ പ്രാർത്ഥിച്ചില്ലെങ്കിലോ? നിനക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന ആ ജ്ഞാനം അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് കർത്താവിൻ്റെ അടുത്ത്. ഇതാണ് നമ്മളുടെ അവസ്ഥ. അപ്പോൾ സോളമൻ എന്നിട്ട് അവിടെ പറയുന്ന വേറൊരു കാര്യം. ഓക്കെ, അതിനു മുമ്പൊരു കാര്യം, ഞാൻ ഈ ഫാൻ ഓഫ് ചെയ്ത് വേറൊരു കാര്യം കാണിക്കാനാണ്. അപ്പോൾ ഈ ജ്ഞാന ചൈതന്യം എനിക്ക് ലഭിച്ചു എന്ന് പറയുന്നുണ്ട്, ഇല്ലേ? ഈ സോളമന് ലഭിച്ച ഈ ജ്ഞാന ചൈതന്യത്തേക്കാൾ, പിന്നെ ഈ ജ്ഞാന ചൈതന്യത്തേക്കാൾ മതി, കുഴപ്പമില്ല. സോളമന് ലഭിച്ച ഈ ജ്ഞാന ചൈതന്യത്തേക്കാൾ വളരെ അധികം വലുതാണ് കർത്താവ് ഈശോ മിശിഹായിലൂടെ നമുക്ക് തന്നിരിക്കുന്നത്. മാമോദീസ സമയത്ത് വാസ്തവത്തിൽ ലത്തീൻ പള്ളികളിലാണ് അധികം കൂടുതൽ. മാമോദീസ തൊട്ടിയുടെ അടുത്തായിട്ട് ഈസ്റ്റർ ക്യാൻഡിൽ ഉണ്ടാവും. ആൽഫ ഒമേഗ എന്ന് എഴുതിയിട്ടുള്ള ആ ഉയർപ്പിലെ തിരി. ആ തിരി കർത്താവ് ഈശോ മിശിഹായാണ്. ആ തിരി മനസ്സിലായോ? അത് കത്തി നിൽക്കും. അതിൽ നിന്ന് മറ്റൊരു തിരി കൊളുത്തി ഈ ശിശുവിൻ്റെ കയ്യിൽ പിടിപ്പിക്കും. എന്നിട്ട് പറയും, നീ ലോകത്തിൻ്റെ പ്രകാശമാണ്, നീ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഇപ്പം നോക്കിയേ, ഇത് കർത്താവ് ഈശോ മിശിഹ ആ തിരിയിൽ നിന്നും കൊളുത്തി തന്ന ഈ മറ്റേ തിരി തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ? അപ്പോൾ ഈ യേശുവാകുന്ന തിരിയിൽ നിന്നും കൊളുത്തിയ പ്രകാശം എത്രയാണ് കിട്ടിയേക്കണേ? മുഴുവനും കിട്ടിയോ പകുതി കിട്ടിയോ? ഇതിൽ കുറയ്ക്കാൻ പറ്റുമോ? ഇത് ആർക്കും കുറയ്ക്കാൻ പറ്റില്ല. ദൈവത്തിന് കുറയ്ക്കാൻ പറ്റുമോ? അപ്പം നമ്മൾ ഓരോരുത്തർക്കും മാമോദീസായിലൂടെ ലഭിച്ചത് ദൈവത്തിൻ്റെ ഈ വെളിച്ചമെന്ന് പറയുന്നത് ജ്ഞാനവും കൂടിയാണ്. വെളിച്ചമെന്ന് പറയുന്നത് ജ്ഞാനമാണ്. ആ ജ്ഞാനം മുഴുവനും സ്നാന സമയത്ത് നമുക്ക് കിട്ടിയോ? 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 കിട്ടിയോ?
ഇപ്പം നമ്മൾ നേരത്തെ ഇന്ന് രാവിലെ പറഞ്ഞു, അനന്തതയിൽ നിന്നും ഒരംശം കിട്ടിയാൽ അത് എത്രയാണ് കിട്ടുന്നത്? അനന്തതയാണ്. നമ്മളിത് കാലത്ത് കേട്ടു, കർത്താവാണ് എൻ്റെ ഓഹരി. കണ്ടോ, ഇത് ശരിക്കും മാച്ചാവുന്നില്ല അതുമായിട്ട്? കർത്താവ് നമുക്ക് വേണ്ടി പിതാവായ ദൈവം തൻ്റെ മകനെ നമുക്ക് തന്നു. അതോടൊപ്പം ബാക്കിയുള്ളതെല്ലാം തരാതിരിക്കുമോ? ഇതിനി നടക്കാനുള്ള കാര്യമാണോ അതോ നടന്നു കഴിഞ്ഞോ? അപ്പോൾ മാമോദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും നമ്മൾ ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തു നമുക്ക് ക്രിസ്തുവിനെ മുഴുവനും തന്നിരിക്കുന്നു. ഒന്ന് ഹൃദയത്തിലൊന്ന് ഈ ചിഹ്നം ഒന്ന് കണ്ടേ. ഇനി കണ്ണടച്ച്, ദൈവമേ അങ്ങ് എനിക്ക് മുഴുവനായിട്ട് തന്നിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് അതരത്തിൽ ഏറ്റുപറയാനാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം വിശ്വസിക്കുക. ഇത് നമുക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ ഒന്നുള്ളിനുള്ളിൽ മനസ്സിലാക്കിയേ, ദൈവമേ ആ ജ്ഞാനസ്നാനത്തിലൂടെ എനിക്ക് ലഭിച്ച ആ ജ്ഞാനം എന്നിൽ തുറക്കണമേ. സോളമൻ പറഞ്ഞു, ഞാൻ വിളിച്ചു പ്രാർത്ഥിച്ചു, എനിക്ക് ലഭിച്ചു. ഈശോ പറഞ്ഞു, ഇതാ സോളമനേക്കാൾ വലിയവൻ ഇവിടെ, ഇതാ സോളമനേക്കാൾ വലിയവൻ ഇവിടെ, സോളമനേക്കാൾ വലിയവൻ ഇവിടെ. ഒരു നിമിഷം കണ്ണടച്ച് ഉള്ളിൻ്റെ ഉള്ളിൽ വസിക്കുന്ന ആ ത്രിത്വൈക ദൈവം നമ്മുടെ ആത്മാവിൽ ഈ ജ്ഞാനം, ഈ പ്രകാശം ഒഴുക്കാൻ വളരെയധികം ദാഹിക്കുന്നു എന്നുള്ള ബോധ്യത്തിലേക്ക് വരാം. ഓ യേശുവേ നന്ദി. ഒന്ന് സ്തുതിക്കാം. ഇപ്പോഴും നമ്മൾ വീണ്ടും നമ്മുടെ ആ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാം. പരിശുദ്ധാത്മാവ് തന്നെ നമ്മളെ സഹായിക്കും. നമ്മുടെ ബലഹീനതയിൽ എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് നമുക്കറിഞ്ഞുകൂടാ. ആത്മാവ് തന്നെ ദൈവഹിതമനുസരിച്ച് നമ്മുടെ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ, ജ്ഞാനസ്നാനത്തിലൂടെ എനിക്ക് ലഭിച്ച ആ ജ്ഞാനത്തെപ്രതി ഞാൻ നന്ദി പറയുന്നു. ഞാനത് സ്വീകരിച്ചിരിക്കുന്നു. അതെന്നിൽ തുറക്കണമേ, അതെന്നിൽ അഭിഷേകമാക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒരു പ്രാർത്ഥനയാണ്. ഇങ്ങനെ ഇനി നമ്മൾ പ്രാർത്ഥിക്കും, അത്ഭുതകരമായ കാര്യങ്ങൾ നടക്കും നമ്മുടെ ജീവിതത്തിൽ. നടക്കാൻ വേണ്ടിയല്ല, അത് കർത്താവ് നടത്താൻ ആഗ്രഹിക്കുന്നത് നടക്കാതിരിക്കുകയാണ് ഇത്രയും നാളായിട്ട്. എന്തുകൊണ്ട്? ഈ ജ്ഞാനം നമ്മൾ ജ്ഞാനത്തിൻ്റെ പാതയിലൂടെ വരാത്തതുണ്ട്. ഇനി ഈ 2-3 വളരെ പ്രധാന കാര്യങ്ങൾ ഇതിൻ്റെ ഒന്ന് പറഞ്ഞോട്ടെ കേട്ടോ. ഈ ജ്ഞാനം നമ്മൾക്ക് കിട്ടിയാലും, ഞാൻ പറഞ്ഞു, ചില ആളുകളുടെ സാമ്പത്തിക പ്രശ്നം മാറില്ല. എന്തുകൊണ്ടാണ് മാറാത്തതെന്നറിയാമോ? അവർക്ക് കർത്താവ് പൈസ കൊടുക്കില്ല. എന്തുകൊണ്ടാണ് കൊടുക്കാത്തതെന്നറിയാമോ? കൊടുത്താൽ പ്രശ്നമാണ്. കൊടുത്താൽ കൂടുതൽ അവർ ചെലവാക്കാനുള്ള ജ്ഞാനമില്ല. ആ പൈസ കൊടുത്താൽ അത് ചെലവാക്കാനൊരു ജ്ഞാനം വേണ്ടേ? ഒരിക്കൽ നമ്മുടെ ഈ ക്ലാസ്സൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരാൾ വന്ന് പറഞ്ഞതാണ്, എൻ്റെ ബ്രദറെ, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഈ ക്ലാസ് ഒന്ന് കേട്ടിരുന്നെങ്കിൽ. അതെന്താ?
ഞാൻ കല്യാണം കഴിച്ച് കിട്ടിയ സ്ത്രീധനമെല്ലാം 3 മാസം കൊണ്ട് തരിപ്പൊടി പൊടിച്ച് അവസാനിപ്പിച്ചു. ഇപ്പം അതും പറഞ്ഞുകൊണ്ട് എന്നും വീട്ടിൽ ബഹളം. എനിക്കിത് ഇനി ഒരു കാലത്തും ഇത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. മതിയായില്ലേ? അപ്പോൾ ജ്ഞാനം കിട്ടിയാലേ, ഈ പൈസ കിട്ടിയാലോ അത് ചിലവാക്കാൻ മനസ്സിലാവും. ജ്ഞാനമില്ലാത്തവൻ്റെ അടുത്ത് പൈസ കിട്ടിക്കഴിഞ്ഞാൽ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ മാതിരി അവൻ ഉടനെ അത് അടിപൊളി കളിച്ച് തീർക്കും. അപ്പോൾ പലരുടെയും സാമ്പത്തിക പ്രശ്നം മാറാത്തതിൻ്റെ കാരണം ഞാൻ അവരോട് പറഞ്ഞു, വിഷമിക്കണ്ട, നീ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. പൈസ നിനക്കൊരു പക്ഷെ തന്നാൽ തന്നെയും ഞാൻ പറയും ഇപ്പം തരണ്ടെന്നേ പറയുള്ളൂ. എന്താ, ഈ നിലയിൽ നിനക്ക് ആ പൈസ കിട്ടിയാൽ ഇപ്പോഴത്തേക്കാൾ കൂടുതൽ ദൂഷ്യമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നീ കുറച്ച് ദിവസം ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ 10ാം ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ ഓട്ടോഗ്രാഫിലൊക്കെ എഴുതാനൊരു സെൻറ്റൻസ് ഉണ്ട്, സ്പെൻഡ് യുവർ മണി വൈസ്ലി. സാറന്മാരൊക്കെ എഴുതി തരണമാണ്. എന്താ, നമ്മളിതൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ കിട്ടാൻ പോകാണല്ലോ, അപ്പോൾ കാശ് ഒരുപാട് കിട്ടൂലേ, എന്ത് ചെയ്യണമെന്നാണ് എഴുതിയേക്കണേ? സ്പെൻഡ് യുവർ മണി വൈസ്ലി. ഇന്ന് ലോകത്തിലുള്ള അല്ലെങ്കിൽ മനുഷ്യനിലുള്ള അധികവും പാപത്തിൻ്റെ കാരണം 3 W എന്നാണ് പറയുന്നത്. 3 W എന്തൊക്കെയാണ്? 3 W: വെൽത്ത്, വുമൺ ആൻഡ് വൈൻ. 3 W. അപ്പോൾ നമ്മൾക്ക് ഇവിടെ സോളമൻ പറയുന്നൊരു കാര്യം, ഞാൻ എൻ്റെ ചെങ്കോലിലും സിംഹാസനത്തിലും വലുതായിട്ട് ജ്ഞാനത്തെ പരിഗണിച്ചു. 7-ാം അധ്യായത്തിൽ 9-ാമത്തെ അല്ലെങ്കിൽ 8 മുതലുള്ള വചനം വായിക്കാം. ചെങ്കോലിലും സിംഹാസനത്തിലും അധികം അവളെ ഞാൻ വിലമതിച്ചു. അത് വലിയൊരു കാര്യമാണ്. സോളമൻ എന്ന് പറഞ്ഞാൽ, ഒരു ഇസ്രായേലിലെ രാജാവെന്ന് പറഞ്ഞാൽ ലോകത്തിലെ ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയൊരു ഓഫീസറാണ് അല്ലേ. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് എന്നൊക്കെ പറയണമായിരിക്കും. ഇസ്രായേലിലെ രാജാവ് എന്ന് പറഞ്ഞാൽ ഹീ ഈസ് ദ ടോപ്പ് മോസ്റ്റ് ഓഫീസർ ഇൻ ദ വേൾഡ്. അത് അത്രയും വലിയൊരു പൊസിഷനാണ്. പക്ഷേ അയാൾ എന്ത് പറയണു? ജ്ഞാനത്തെ തുലനം ചെയ്യുമ്പോൾ എൻ്റെ ആ പൊസിഷനൊന്നുമല്ല. ഇപ്പോൾ നമ്മളുടെ ബെനഡിക്റ്റ് മാർപ്പാപ്പനൊന്ന് ചിന്തിച്ച് നോക്കി. ആ മാർപ്പാപ്പയുടെ എളിമയും പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനവും അനുസരിച്ച് നോക്കിയേ, ഒരു മാർപ്പാപ്പ എളിമയോടെ സ്ഥാനത്ത് നിന്ന് ഒഴിയാണ്. ആ പൊസിഷൻ വേണ്ട. എനിക്ക് തോന്നുന്നത് ഇനി ഇത് വേറൊരാൾ ചെയ്യണതാണ് നല്ലത്. സാധാരണ നമ്മൾ ആരെങ്കിലും ഒരു കസേരയിൽ കയറിയ അത് വിടുമോ എന്ന് പറഞ്ഞാൽ, വലിയൊരു പൊസിഷൻ കിട്ടുകയാണെങ്കിൽ കഴിയുന്നതും നമ്മൾ ആ പൊസിഷൻ, ഇത് മരിക്കുന്നത് വരെ നിയമം അനുസരിച്ച്, ഇപ്പോഴത്തെ നിലവിലുള്ള നിയമം അനുസരിച്ച് ഈ മാർപ്പാപ്പയ്ക്ക് മരിക്കുന്നത് വരെ അതിനകത്തിരിക്കാം. പക്ഷേ ജ്ഞാനമാണ്, എളിമയാണ്, കരുണയാണ്. ആ പിതാവ് നമുക്ക് കാണിച്ചു തരികയാണ്. താനെ ആ പൊസിഷനിൽ നിന്ന് ഇറങ്ങി വരികയാണ്. ഇത് സഭയിലെ നവോത്ഥാനത്തിൻ്റെ വലിയൊരു സൂചനയല്ലേ അല്ലേ? നമ്മുടെ പൊസിഷനല്ല. അപ്പോൾ ചെങ്കോലും സിംഹാസനവും എന്ന ആ പൊസിഷനേക്കാൾ വലുത് ദൈവത്തിൻ്റെ ജ്ഞാനമാണെന്ന് സോളമൻ വിചാരിച്ചു. അവളോട് തുലനം ചെയ്യുമ്പോൾ ധനം നിസ്സാരമാണെന്ന് ഞാൻ കണക്കാക്കി എന്ന് പറഞ്ഞാൽ, സോളമന് അതോടൊപ്പം സോളമനെ പോലെ ധനമുള്ള വേറൊരാൾ ലോകത്തിലില്ലല്ലോ ഒന്നും ഇല്ലേ. പക്ഷെ അതും സോളമൻ. അപ്പോൾ ചിലർ പറയും, പിന്നെ അങ്ങേർക്ക് അങ്ങനെയൊക്കെ പറയാം, കാശെല്ലാം ഇഷ്ടം പോലെ. അതല്ല, അത് ശരിയാണത്. ഞാനങ്ങനെ ചിലവരെ കണ്ടിട്ടുണ്ട്. വലിയ ധനികരാണെങ്കിലും അവരെ കണ്ടാലോ അവരുടെ പ്രവൃത്തി കണ്ടാലോ ഒരിക്കലും നമുക്ക് മനസ്സിലാവില്ല അവരത്രയും വലിയ ധനസമ്പത്തുള്ളവരാണ്. വേറെ ചിലവരെ നമുക്ക് മനസ്സിലാവും, പക്ഷെ അവർ ആ ധനം ഒന്നുമല്ല. ഇത് പറയുമ്പോഴാണ് ഇനി അടുത്തത് നോക്കിക്കോട്ടോ. സ്വർണവും
സ്വർണവും വെള്ളിയും ഒന്നുമല്ല, സ്വർണം മണൽത്തരി പോലെയും വെള്ളി കളിമണ്ണ് പോലെയും കണക്കാക്കി. ഇനി നാലാമത്തേത് ആരോഗ്യവും സൗന്ദര്യവും ഒന്നുമല്ല. 4 കാര്യങ്ങൾ. ഒന്ന് പൊസിഷൻ, ആ ജോലിയുടെ പൊസിഷൻ, കരിയർ ബിൽഡിംഗ്. 2 സമ്പത്ത്, ധനം. 3 ട്രഷർ, സ്വർണവും വെള്ളിയും. 4 അതായത് ജ്ഞാനത്തിന് ഇദ്ദേഹം 1-ാം സ്ഥാനം കൊടുത്തു എന്നർത്ഥം. ജ്ഞാനത്തിന് 1-ാം സ്ഥാനം. അപ്പം ജ്ഞാനത്തെ നമുക്ക് ലഭിക്കുമ്പോൾ അതിനൊരു വില നമ്മൾ മനസ്സിലാക്കണം. എന്താണ് അതിൻ്റെ വില? അതിൻ്റെ വില ഈ എല്ലാത്തിനേക്കാളും വിലമതിപ്പുള്ളതാണെന്ന് മനസ്സിലാക്കിയാലേ ജ്ഞാനത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒരു വീര്യം ഉണ്ടാവുള്ളൂ, ഒരു വീര്യം ഉണ്ടാവുള്ളൂ. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് സോളമൻ പറയുകയാണ്, 11-ാമത്തെ വചനം വായിച്ചിട്ടോ, അവളോടൊത്ത് എല്ലാ നന്മകളും എണ്ണമറ്റ ധനവും എനിക്ക് കിട്ടി. കണ്ടോ? പക്ഷേ ഇവിടെ അല്ല എൻ്റെ ക്ലൈമാക്സ് അടുത്ത് പറയുന്ന വചനമാണ്. കണ്ടോ? അവളോടൊത്തെല്ലാം എനിക്ക് കിട്ടി. ജ്ഞാനമാണ് അവയെ നയിക്കുന്നത്. കേട്ടോ? ജ്ഞാനമാണ് അവയെ നയിക്കുന്നത്. എങ്കിലും അവളാണ് അവയുടെ ജനനിയെന്ന് ഞാൻ ഗ്രഹിച്ചില്ല. ഇതാണ് അതിൻ്റെ ക്ലൈമാക്സ്. അവളാണ് അതിൻ്റെ ജനനിയെന്ന്. അതായത് ഇപ്പം നമ്മൾ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ എന്ത് വിചാരിച്ചു? ഈ ജ്ഞാനം കിട്ടുകയാണെങ്കിൽ ജ്ഞാനം ഉപയോഗിച്ച് നമുക്ക് കുറേ കാര്യങ്ങളെല്ലാം ചെയ്യാം. ഇതാണ് സോളമനും വിചാരിച്ചിരുന്നത്. പക്ഷെ അവസാനം സോളമൻ പറയാണ്, അങ്ങനെയല്ല, ജ്ഞാനമാണ് അതിൻ്റെ ജനനി, അമ്മ, മദർ ഓഫ് എവരിത്തിങ് എന്ന് പറഞ്ഞാൽ, വേറൊരു ഭാഷയിൽ പറയുകയാണെങ്കിൽ, നമ്മൾ ജ്ഞാനത്തിൻ്റെ കയ്യിലെ ഒരു പെൻസിൽ മാതിരി ആയാൽ മതി. ഈ ജ്ഞാനം നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊന്നും ചെയ്യണ്ട, ജ്ഞാനമെല്ലാം ചെയ്തോളും. നമ്മൾ എന്ത് ചെയ്താൽ മതി? ജ്ഞാനത്തിൻ്റെ കയ്യിലെ ഒരു ഉപകരണമായാൽ മതി. ഇത് പെട്ടെന്ന് മനസ്സിലാവില്ല, കുറേ നാൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞാലേ ഇത് മനസ്സിലാവുള്ളൂ. ഞാനൊരു 20 വർഷം പ്രാർത്ഥിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായത്. ഞാൻ പെട്ടെന്ന് പറയണത്. എന്തുകൊണ്ട് എനിക്ക് മനസ്സിലായില്ല? ഇതൊന്നും ആരും എന്നോട് പറഞ്ഞില്ല. ഇതൊക്കെ നമ്മൾ തന്നെത്താൻ കണ്ടുപിടിക്കേണ്ടതാണ്. അപ്പോൾ ജ്ഞാനമാണ് എല്ലാത്തിൻ്റെയും ജനനി എന്ന്. ഇത് വലിയൊരു ആശയമാണ്. കുറേ നാൾ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ആരോ നമ്മളെ കൊണ്ടെല്ലാം ഇങ്ങനെ ചെയ്യിക്കുന്ന മാതിരി തോന്നും. ഇപ്പം ഞാൻ നിങ്ങളുടെ കൂടെ 7 ദിവസം ഞാൻ ഈ ധ്യാനം നടത്തുകയാണ്, രാവിലെ മുതൽ വൈകുന്നേരം വരെ. എന്ത് പറയണമെന്ന് എൻ്റെ കയ്യിൽ ഒരു നോട്ടില്ല, ഒരു നോട്ട് ഞാൻ ഉപയോഗിക്കുന്നില്ല. ഞാൻ ഇവിടെ വന്ന് നിൽക്കുമ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ ഞാൻ പറയേണ്ടത്. പക്ഷേ എനിക്കറിയാം, ഞാൻ പറയൂന്നറിയാം. ഞാൻ എന്ത് പറയുമെന്നുള്ളത് പരിശുദ്ധാത്മാവ് തൻ്റെ ജ്ഞാനത്തിലൂടെ അപ്പം നൽകുന്നതാണ് ഞാൻ പറയുന്നത്. ഇപ്പം ആരാ നടത്തണത്? ജ്ഞാനമാണ്. ജ്ഞാനമാണിതിൻ്റെ ജനനി. ഞാൻ ജ്ഞാനത്തിൻ്റെ കയ്യിലെ ഒരു ഉപകരണമാണ്. ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ കയ്യിലെ ഒരു ഉപകരണമാണ്. ഇതൊക്കെ പറയുമ്പോഴാണ് നമ്മളിൽ ഒരു ഫരിസേയ സ്വഭാവം വീണ്ടും വരികയാണ്. പണ്ടൊക്കെ നമ്മൾ കരിസ്മാറ്റിക്കൊക്കെ വരണേക്ക് മുമ്പ് ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് പ്രാർത്ഥിക്കുമായിരുന്നു? സ്വർഗസ്നായ പിതാവ് പ്രാർത്ഥിക്കും, ഇല്ലേ? പഠിച്ചേക്കണം. ഇന്ന് നമ്മൾക്ക് സ്വയം പ്രേരിത പ്രാർത്ഥനകളാണ്, ഇല്ലേ? എന്ത് രസമാണ്. പക്ഷേ നമ്മൾ വീണ്ടും പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ എല്ലാ ധ്യാന കേന്ദ്രത്തിനും അവരുടേതായിട്ടൊരു പുസ്തകം തന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ ഈ പുസ്തകം നോക്കി പ്രാർത്ഥിച്ചോ. അപ്പോൾ പിന്നെ സ്വയം പ്രേരിത പ്രാർത്ഥന ഉണ്ടോ? അപ്പോൾ പരിശുദ്ധാത്മാവാണോ പ്രാർത്ഥന നയിക്കണേ? ഇപ്പോൾ എത്ര ധ്യാന കേന്ദ്രത്തിൻ്റെ കടലാസ് നമ്മളിപ്പോൾ കൊണ്ട് നടക്കണം. അപ്പോൾ ഓരോ ധ്യാന കേന്ദ്രത്തിനോട് നമ്മളിവിടെ അവർ നമ്മളെ കൊണ്ട് വാഗ്ദാനം ചെയ്ത്, ഈ ധ്യാന കേന്ദ്രത്തിന് വേണ്ടി നിങ്ങൾ ഇന്നമായിട്ട് പ്രാർത്ഥിച്ചേക്കണം, ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കണം, ഇവിടുത്തെ മാതാവിൻ്റെ പ്രത്യേകം എണ്ണ കൊണ്ടുപോകണം. അപ്പോൾ എവിടെയാണ് പരിശുദ്ധാത്മാവ് നയിക്കണത്? പറയും.
എന്നോട് ക്ഷമിക്കണം കേട്ടോ, ഞാനൊരു ആശയം പറയാണ്. ശരിയല്ലേ? കരിസ്മാറ്റിക് വന്നപ്പോഴാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ പഠിച്ചത്. എന്ത് പ്രാർത്ഥിക്കാൻ പഠിച്ചു? സ്വയം പ്രേരിത പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാൻ പഠിച്ചു. അതായത് പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രാർത്ഥിക്കണം. പക്ഷേ നമ്മൾ വീണ്ടും പുറോട്ട് പോകാണ്. നമ്മൾ എന്നിട്ട് രാവിലെ തന്നെ കുറേ പുസ്തകങ്ങൾ എടുക്കും. ഈ ധ്യാനകേന്ദ്രത്തിൻ്റെ പ്രാർത്ഥന എന്തെന്നാണ് അമ്മച്ചി പറഞ്ഞത്? മിഖായേൽ മാലാഖയുടെ പ്രാർത്ഥന, അത് പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ ആ ധ്യാനകേന്ദ്രത്തിൽ ഈ തോമസ് പോൾ ബ്രദറിൻ്റെ പ്രാർത്ഥന, ആ അച്ഛൻ്റെ പ്രാർത്ഥന, ഇങ്ങനെ ഓരോ കടലാസും നമ്മളിങ്ങനെ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ജ്ഞാനത്തിന് വേണ്ടി ഏതെങ്കിലും പ്രാർത്ഥന ഉണ്ടോ? അതിൻ്റെ ഇടയിൽ ഉണ്ടോ? അതിൻ്റെ ഇടയിൽ ഉണ്ടോ? ഇല്ല. അവിടെയാണ് ഈ പ്രശ്നം. അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് ഈ പ്രാർത്ഥനകൾക്കൊക്കെ ഒരു ഹോളിഡേ കൊടുക്കുക. അതവിടെ ഇരിക്കട്ടെ കുറച്ച് ദിവസം. എന്നിട്ട് നമുക്ക് പരിശുദ്ധാത്മാവേ നീ പ്രാർത്ഥിക്കും, എനിക്ക് ജ്ഞാനം തരണമേ. ഇന്നത്തെ കാലഘട്ടത്തിൽ മാതാപിതാക്കളായ നമ്മൾക്ക് മാത്രമല്ല, നമ്മുടെ മക്കൾക്ക് ഈ ജ്ഞാനം വേണോ ഇല്ലയോ? അവരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ നമുക്കറിയാം അവരെത്രത്തോളം പ്രാർത്ഥിക്കുന്നു. അവർ പ്രാർത്ഥിക്കും. പക്ഷേ ഈ ജ്ഞാനം അവരിലേക്ക് ഒഴുകുന്നത് മാതാപിതാക്കളായ നമ്മളിലൂടെയാണ്. അതിൻ്റെ വചനം ഒന്ന് കേട്ടോ. ഏശയ്യാ 59, ഏശയ്യാ 59:21. അപ്പോൾ ഏശയ്യാ 59 എന്ന് പറയുന്നത് 53 കഴിഞ്ഞിട്ടാണല്ലോ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? 53-ലാണ് കർത്താവിൻ്റെ ദാസൻ രക്ഷാകര പദ്ധതി നടപ്പാകുന്നതിനെക്കുറിച്ചുള്ള പ്രവചനം. ആ പ്രവചനങ്ങളെല്ലാം കഴിഞ്ഞു. കർത്താവിൻ്റെ ദാസൻ എല്ലാവർക്കും രക്ഷ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഉണ്ടാകാനിരിക്കുന്ന ഈ ദൈവരാജ്യത്തിൻ്റെ പുതിയ അവസ്ഥയാണ്. ആ അവസ്ഥയിൽ ഉള്ള ഒരു വാഗ്ദാനം ഇതാണ്. എല്ലാവരും ഒന്ന് എടുത്ത് വായിച്ചേ. ഏശയ്യാ 59:21 വായിച്ചേ. ഏശയ്യാ 59:21. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ അവരുമായി ചെയ്യുന്ന ഉടമ്പടി ഇതാണ്, നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച വചനങ്ങളും നിന്റെയോ നിന്റെ സന്താനങ്ങളുടെയോ അവരുടെ സന്താനങ്ങളുടെയോ അധരങ്ങളിൽ നിന്ന് ഇനി ഒരിക്കലും അകന്നു പോകയില്ല. കർത്താവാണ് ഇത് അരുളി ചെയ്യുന്നത്. ഇത് ജോൺ പോൾ രണ്ടാമൻ്റെ, ഞാൻ പെട്ടെന്ന് അതൊന്ന് പറഞ്ഞോട്ടെ മോനെ, ആ പുസ്തകം നിർത്തിയ പച്ച പുസ്തകം, അതിൻ്റെ ഇടയ്ക്ക് വന്നൊരാശയമാണ്. ഈ പുസ്തകം ഇത്രയും തിക്കായിട്ടുള്ള ഈ പുസ്തകം ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് മാത്രം പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഹോളി സ്പിരിറ്റ് ഇൻ ദ റൈറ്റിംഗ്സ് ഓഫ് ജോൺ പോൾ II. ഹോളി സ്പിരിറ്റ് ഇൻ ദ റൈറ്റിംഗ്സ് ഓഫ് ജോൺ പോൾ II. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതിനകത്ത് ഇതിൻ്റെ ഓഥർ എഴുതിയിരിക്കുകയാണ്, മറ്റൊരു മാർപ്പാപ്പയും ഇത്രയും കൂടുതലായി പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പ്രബോധനം നൽകിയിട്ടില്ല. ഞാനിത് പറയാൻ കാരണം, ഈ പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിൻ്റെ അതിൽ പറഞ്ഞിരിക്കുന്നൊരു വാക്കിതാണ്, സാൽവിഫിക് സെൽഫ് ഗിവിങ്. അതായത് രക്ഷാകര ആത്മദാനമാണ് പരിശുദ്ധാത്മാവ്. രക്ഷാകര ആത്മദാനം. ആ പരിശുദ്ധാത്മാവ്, അപ്പോൾ ഈ പുസ്തകം ഞാനിവിടെ വയ്ക്കാം, നിങ്ങൾക്ക് ആർക്കാണെങ്കിലും നോക്കാം. ഇത് വേണമെങ്കിൽ ഇത് അമേരിക്കയിൽ പബ്ലിഷ് ചെയ്തതാണ്. ഇപ്പോൾ നേരത്തെ സാക്ഷ്യം പറഞ്ഞ ആ ചേച്ചിയുടെ മകള് പ്രിൻസി ഫിലിപ്പ് അമേരിക്കയിൽ നിന്ന് എനിക്ക് അയച്ചു തന്നതാണ്. ഇങ്ങനത്തെ ഒരു പുസ്തകം അന്വേഷിച്ച് എഴുതിയപ്പോൾ അവരയച്ചു തന്നതാണ്. അപ്പോൾ നിങ്ങൾക്കും അമേരിക്കയിലേക്ക് ഇഷ്ടംപോലെ സുഹൃത്തുക്കളും സ്നേഹിതരൊക്കെ ഉണ്ടെങ്കിൽ അവരോട് പറയും, വരുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വല്ലതും കൊണ്ടുവരാൻ. നമുക്ക് ചോക്ലേറ്റും ബ്രാൻഡിയൊക്കെ കൊണ്ടുവരുമായിരിക്കില്ലേ, ഹോറിൻ ലിക്കറൊക്കെ കൊണ്ടു. ഇനി അതൊന്നും വേണ്ട. ഏത് ലിക്കർ വേണം? പരിശുദ്ധാത്മാവ്. ഈ പുസ്തകം നിങ്ങൾ ഇംഗ്ലീഷ് അറിയാവുന്നവരിത് വായിച്ചാൽ പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. ഒരു പേജൊക്കെ ഒന്ന് വായിച്ച് നോക്ക്. നമ്മൾക്ക് പെട്ടെന്ന് ഇത്രയും മനസ്സിലാവും.
നമ്മൾ ഇന്ന് ഈ കേരളക്കരയിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയണതൊന്നും അല്ല കാര്യം എന്ന് മനസ്സിലാവും. നമുക്കങ്ങ് ലജ്ജ തോന്നും ഇത് വായിക്കുമ്പോൾ. അത്രയ്ക്ക് വലിയ കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവ് നമ്മളിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന്. അപ്പം ഇതിൻ്റെ ആദ്യത്തെ പുസ്തകം, ആദ്യത്തെ ഒരു ഭാഗം ഡൊമിനോ എത്ത് വിവിഫിക്കാൻഡം എന്ന ചാക്രിക ലേഖനമാണ്. ഇതിപ്പോൾ ഈ പുസ്തകം വാങ്ങണമെന്നൊന്നുമില്ല, ഇതെല്ലാം വത്തിക്കാൻ വെബ്സൈറ്റിൽ കിട്ടുന്ന കാര്യങ്ങളാണ്. താങ്ക് യു. ഓക്കെ, അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു വചനമാണ് ഇപ്പം നമ്മൾ വായിച്ചത്. അതായത് ഈ പുതിയ ഉടമ്പടിയുടെ ഒരു പ്രധാന ഭാഗം ഇതാണ്. അപ്പോൾ ഈ വചനത്തിൽ നമുക്ക് കാണാം, അതിൻ്റെ ആദ്യം അവസാനവും പറഞ്ഞിരിക്കുകയാണ്, കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇത് കർത്താവാണ് അരുളി ചെയ്യണേ, അതുകൊണ്ട് ഇത് സംഭവിക്കും. ഇതിലൂടെയാണ് ലോകം മുഴുവനും പുതിയ സൃഷ്ടിയാവുന്നത്. എന്താണ് അവിടെ പറയുന്നത്? കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ അവരുമായി ചെയ്യുന്ന ഉടമ്പടി ഇതാണ്. ആ ഉടമ്പടിയുടെ ഭാഗം, ഉടമ്പടി എന്താണെന്നുള്ളത് നമുക്ക് പഠിക്കണം. ഇനി നിന്റെ മേലുള്ള എൻ്റെ ആത്മാവ് ഉണ്ടോ? നിന്റെ മേലുള്ള എൻ്റെ ആത്മാവെന്ന് പറയുന്നത് പഴയ നിയമത്തിലെ മൂശയിലോ ദാനിയേലിലോ ഉണ്ടായിരുന്ന പോലെ അല്ല. യേശുവിൻ്റെ രക്ഷാകര പദ്ധതിക്ക് ശേഷം നൽകപ്പെടുന്ന പരിശുദ്ധാത്മാവ് പഴയ നിയമത്തിൽ പ്രവർത്തിച്ച ആത്മാവ് തന്നെയാണെങ്കിലും ആ പഴയ നിയമത്തിൽ പ്രവർത്തിച്ച ആത്മാവ് അതിൻ്റെ പൂർണ്ണതയിൽ യേശുക്രിസ്തുവിൻ്റെ ജീവത്യാഗം നടത്തിയിട്ട് അതിൻ്റെ മൂല്യങ്ങളെല്ലാം നിറഞ്ഞ ആത്മദാനമായി നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഇനി അത് ഒരിക്കലും നമ്മളെ വിട്ടു പോകില്ല. ആ ആത്മാവ് നിന്നിൽ വന്നാൽ, ആ വചനം നിന്നിൽ വന്നാൽ പറയുകയാണ്, അത് നിന്നിൽ നിന്നോ, കേട്ടോ, നിന്റെ സന്തതികളിൽ നിന്നോ അവരുടെ സന്തതികളിൽ നിന്നോ ഒരിക്കലും അകന്നു പോകുകയില്ല. ഇതൊന്ന് വിശ്വസിച്ചേ അമ്മച്ചമാർ, അപ്പച്ചന്മാർ, നമ്മൾ മാതാപിതാക്കൾ, സിസ്റ്റർമാരും, അവരാത്മീയമായ തരത്തിൽ മക്കളാണ്. നമുക്ക് നമ്മുടെ ബ്ലഡ് റിലേഷൻ, നമ്മുടെ സ്വന്തം രക്തമാണ് നമ്മുടെ മക്കൾ. അമേരിക്കയിൽ ഒരു ചേച്ചി എന്നോട് പറഞ്ഞേ, അവർ 2 മക്കളും നിരീശ്വരവാദികൾ, പെൺമക്കൾ. അപ്പോൾ പറയാണ്, എല്ലാ ദിവസവും അവർ വൈകുന്നേരം ആകുമ്പോൾ വരും, എന്നിട്ട് നിരീശ്വരവാദം തുടങ്ങും എന്നോട്. ഞാൻ എന്നിട്ടും വെച്ച് വിളമ്പി കൊടുക്കുകയാണ്, കാരണം മക്കളല്ലേ. അവസാനം ഞങ്ങൾ ഉടക്കും, ഭയങ്കര വഴക്കാവും. അവർ എന്നെ വെല്ലുവിളിക്കും, ദൈവമില്ല എന്നൊക്കെ പറഞ്ഞു. അവസാനം ഞാൻ അവരോട് പറയും, ഏടി മക്കളെ, നിങ്ങളൊക്കെ എൻ്റെ രക്തമാണ്, നിങ്ങൾ എവിടെ പോകാനാ? ഞാൻ പ്രാർത്ഥിക്കണതേ കല്ലിനോടും മരത്തിനോടും ഒന്നുമില്ല, ജീവിക്കുന്ന ദൈവത്തിനോടാണ്. അതുകൊണ്ട് ഞാൻ ജീവിച്ചിരിക്കെ തന്നെ നിങ്ങളൊക്കെ വിശ്വസിക്കുന്നത് ഞാൻ കാണൂടി എന്ന് പറയും. ഇതാണ് ഒരമ്മ. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെയാണ് വേണ്ടത്. അല്ലാണ്ട് എൻ്റെ മക്കൾ വിശ്വാസമില്ല, ഞാൻ എന്ത് ചെയ്യാനാണ്, വേദനയുള്ള പ്രാർത്ഥിക്കും എന്നും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ഉള്ളിൽ ദൈവം തന്നിരിക്കുന്ന പൊട്ടാസ് അത്രയ്ക്ക് കരുത്തുള്ളതാണെന്ന് നമ്മൾ വിശ്വസിക്കുകയും ഈ ജ്ഞാനം നമ്മളിലേക്ക് ഒഴുകി അത് നമ്മളിലൂടെ നമ്മുടെ അടുത്ത തലമുറകളിലേക്ക്, അതിൻ്റെ അടുത്ത തലമുറകളിലേക്കും ഒഴുകും എന്ന് ഉടമ്പടി ചെയ്തിരിക്കുകയാണ് കർത്താവ്. അതിൻ്റെ വീണ്ടും പറയാനത് കർത്താവാണെന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഇത് സംഭവിക്കും, ഇത് തന്നെയാണ്. അങ്ങനെയാണ് ഈ ലോകം മുഴുവനും പുതിയതാവുന്നത്. അത്രയ്ക്ക് ശക്തിയാണ് പരിശുദ്ധാത്മാവിൻ്റെ. അപ്പം ആ ശക്തിയുടെ ഏറ്റവും പ്രധാന ഒരു ഭാഗമാണ് ജ്ഞാനം. അതുകൊണ്ടാണ് യേശയ്യായിൽ തന്നെ 11-ാം അധ്യായം എടുക്കുക. യേശയ്യ 11-ാം അധ്യായത്തിൽ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും ഈ രാജ്യം ഭരിക്കാൻ പോകുന്നത്? എമ്മാനുവേൽ രാജ്യം ഭരിക്കണ്ടേ? എങ്ങനെ ഇദ്ദേഹം ഭരിക്കും? എങ്ങനെ ഭരിക്കും? കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേലുണ്ടാകും. യേശയ്യ 11-ാം അധ്യായം വായിക്കുക.
ജസ്സയുടെ കുറ്റിയിൽ നിന്നും ഒരു മുള കിളിർത്തു വരും, അവൻ്റെ വേരിൽ നിന്നുള്ള ഒരു ശാഖ പൊട്ടിക്കിളർക്കും. കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ഉണ്ടായിരിക്കും. ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. കണ്ടോ, അവൻ ദൈവഭക്തിയിൽ ആനന്ദം കൊള്ളും. കണ്ണുകൊണ്ട് കാണുന്നത് കൊണ്ടോ ചെവി കൊണ്ട് കേൾക്കുന്നത് കൊണ്ടോ മാത്രം അവൻ വിധി നടത്തുകയില്ല. കണ്ടോ, അതാണ് അവൻ വിധിയല്ല നടത്തണേ, അവനിൽ ഈ ജ്ഞാനമുണ്ടാകും. അതാണ് ദൈവം അവനെ നമുക്കായി ജ്ഞാനമാക്കിയെന്ന് പറയുന്നത്. അപ്പോൾ ആ ജ്ഞാനത്തിൻ്റെ ആത്മാവ്, അറിവിൻ്റെ ആത്മാവ്, വിവേകത്തിൻ്റെ ആത്മാവ്, ഉപദേശത്തിൻ്റെ ആത്മാവ്, ശക്തിയുടെ ആത്മാവ്, ഈ ആത്മാവാണ് യേശുവിൽ ഉണ്ടായിരുന്നത്. അതാണ് ഈശോ പറഞ്ഞത്, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ആ ആത്മാവാണ് നമ്മൾക്ക് എല്ലാവർക്കും ജ്ഞാനസ്നാനത്തിലൂടെ നൽകിയിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ അവസാനം എന്താ പറയുന്നത്? 9-ാമത്തെ വചനം വായിച്ചേ, 12-9 വചനം വായിച്ചേ. എൻ്റെ വിശുദ്ധഗിരിയിൽ ആരും ദ്രോഹമോ നാശമോ ചെയ്യുകയില്ല. സമുദ്രം ജലം കൊണ്ടെന്ന പോലെ ഭൂമി മുഴുവനും കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും. ലോകം മുഴുവനും കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും. അപ്പോൾ ഇപ്പം നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കപ്പെടണം എന്നുള്ളത് ഈ ജ്ഞാനത്തിൻ്റെ പ്രവർത്തനമാണ്. അപ്പോൾ ഇനി നമുക്ക്, അതാണ് യെശയ്യാ 11. ഇനി വീണ്ടും ജ്ഞാനത്തിലേക്ക് പോകാം. അപ്പോൾ ജ്ഞാനം 7:12 നമ്മൾ കേട്ടു. എന്താ കേട്ടെ? ജ്ഞാനമാണ് അവയെ നയിക്കുന്നത്. ഇനി 14, ജ്ഞാനം 7:14 നോക്കൂ. ജ്ഞാനം 7:14 പറയുന്നത്, അത് മനുഷ്യർക്ക് അക്ഷയനിധിയാണ്. ഇപ്പം എനിക്ക് ഈ പാട്ടാ വരേണ്ടത്. ഏത് പാട്ട്? പോയി മറയുന്നീ ക്ഷണഭങ്കുരമാ ലോകവും അതിലേ ജഡികാശകളും അക്ഷയരാജ്യം നേടാനുതകും നിക്ഷേപങ്ങൾ കരുതുക നമ്മൾ. കണ്ടോ, അതെന്ത് നിക്ഷേപം? അതാണ് ഇവിടെ പറയുന്നത്. അത് അക്ഷയമായ ഒരു നിക്ഷേപമാണ്. ജ്ഞാനം അക്ഷയനിധിയാണ്. അത് സിദ്ധിച്ചവർ ദൈവത്തിൻ്റെ സൗഹൃദം നേടുന്നു. അത് അക്ഷയനിധിയാണ്. എന്താണ് അക്ഷയം എന്ന് പറഞ്ഞാൽ? ഇപ്പം സോളമൻ തന്നെ പറഞ്ഞു, സ്വർണം, വെള്ളി, ധനസമ്പത്തുകൾ. അലക്സാണ്ടർ രാജാവ്, അലക്സാണ്ടറില്ലേ, എംപറർ അലക്സാണ്ടറെ മരിക്കുന്ന സമയത്താണ് മനസ്സിലായത്, ഈ പിടിച്ചടക്കിയ ഈ സാമ്രാജ്യം മുഴുവനും കൊണ്ടുപോകാൻ പറ്റില്ല. എന്തോ ഒരു വലിയ സമ്പത്തും സാമ്രാജ്യവും പ്രൗഢിയും. അപ്പോൾ മരിക്കുന്നതിന് മുമ്പ് വിളിച്ചിട്ട് പറഞ്ഞു, എന്നെ ശവപ്പെട്ടിയിലിട്ട് അടയ്ക്കുമ്പോൾ എൻ്റെ 2 കൈകളും പുറത്തിട്ട് അടയ്ക്കണം. അതെന്തിനാ രാജാവേ? ഈ ലോകം മുഴുവൻ അറിയട്ടെ, ഞാൻ പടുത്തുയർത്തിയ സമ്പത്തും സാമ്രാജ്യവും ഒന്നും എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. എന്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും? എന്ത് കൊണ്ടുപോകാൻ പറ്റും? ഇനി പറ്റാത്ത കാര്യം പോട്ടെ, എന്ത് കൊണ്ടുപോകാൻ പറ്റും? എന്ത് പറ്റും? ജ്ഞാനം. അത് അക്ഷയമായ നിധിയാണ്, അക്ഷയമായൊരു നിധിയാണ്. അപ്പോൾ ഈ കൊച്ചുറേസിയൊക്കെ ചെറുപ്പം മുതലേ പ്രാർത്ഥിച്ചിരുന്നത് എന്നെ വേഗം സ്വർഗത്തിൽ കൊണ്ടുപോകണമെന്നാണ്. അമ്മയോടൊക്കെ പറയുമായിരുന്നു. 4 വയസ്സായപ്പോൾ അമ്മ മരിച്ചു.
ഈ 3.5 വയസ്സായപ്പോഴേക്കും ഇവള് പറയാൻ തുടങ്ങി, അമ്മ എന്തിനീ കിടന്ന് ഇവിടെ കഷ്ടപ്പെടണേ, അമ്മ വേഗം അങ്ങ് മരിച്ച് സ്വർഗത്തിൽ പോയിക്കൂടെ. നമ്മൾ പറയുമോ അങ്ങനെ ആരോടെങ്കിലും? നമ്മളിവിടെ എങ്ങനെയെങ്കിലും വെന്റിലേറ്ററൊക്കെ വെച്ച് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ. എന്തിനാണ് ഇത്രയും നീട്ടിക്കൊണ്ടുപോകേണ്ട ആവശ്യം? എന്തിനാണ് ഇത്രയും വലിയ ആശുപത്രികളിൻ്റെ ആവശ്യം? വേഗം മരിച്ചങ്ങ് പോയിക്കൂടെ? എനിക്കറിഞ്ഞൂടാ. നമ്മുടെ ഒറിജിനൽ ഹൗസ് എവിടെയാണ്? അവിടെയാണ്. ഇതൊക്കെ പാട്ടുപാടും, മരിച്ചവരുടെ പാട്ടുപാടില്ല. എന്നിട്ട് ഇവിടെ നമ്മൾ വലിച്ചു നീട്ടുകയാണ് എല്ലാവരെയും. എങ്ങനെയെങ്കിലും കുറച്ച് നാൾ കൂടി ഇവിടെ ജീവിച്ചാൽ മതി. എനിക്കിതേ ഇപ്പോൾ മരിക്കുകയാണെങ്കിൽ സന്തോഷമാണ്. കാരണം എനിക്ക് അവിടെ ചെന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആ സ്വർഗരാജ്യത്തിൽ മരണശേഷം എന്ത് ചെയ്യണമെന്ന് അറിയാത്തത് കൊണ്ടാണ് ഇവിടെ തന്നെ കിടക്കാൻ തോന്നുന്നത്. മനസ്സിലായ? ഈ വിശുദ്ധന്മാരെല്ലാം കൊച്ചുറേസ്യ 24 വയസ്സിൽ മരിച്ചു. ഫ്രാൻസിസ് അസീസി എത്ര വയസ്സിൽ മരിച്ചു? 46 വയസ്സിൽ മരിച്ചു. ഇല്ലേ? 46. അന്തോണീസ് എപ്പോൾ മരിച്ചു? 36. ഉണ്ടോ? എന്നിട്ട് അവരിപ്പോൾ മരിച്ചിരിക്കുകയാണോ? അവർ പ്രവർത്തിക്കുന്നുണ്ടോ? അവർ അന്നത്തെ മാതിരിയാണോ പ്രവർത്തിക്കണേ? അന്നത്തേക്കാൾ കൂടുതലാണോ പ്രവർത്തിക്കണേ? കൂടുതലാണ് പ്രവർത്തിക്കുന്നത്. അപ്പം എവിടെയാണ് നല്ലത്? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള കുറച്ച് കാലഘട്ടത്തെ ജീവിതമല്ല. അതാണ് പൗലോസ്ലീഹയുടെ ലേഖനത്തിൽ പറഞ്ഞത്, ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എല്ലാവരെയും ദുർഭാഗ്യവാന്മാരാണ്. അതായത് ദൈവത്തിൻ്റെ ജ്ഞാനത്തിലൂടെ നമുക്ക് മനസ്സിലാകും ഈ ജീവിതത്തിനപ്പുറത്ത് വളരെ മനോഹരമായ, വളരെ ശക്തമായ ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിക്കേണ്ടതായ ഒരു ജീവിതമുണ്ട്, ഒരു ദൗത്യമുണ്ട്. അത് ആരംഭിക്കുന്നത് നമ്മൾ മരിച്ചാലേ ആരംഭിക്കുള്ളൂ.